ഇവൻ മരിച്ചിട്ട് 12 വർഷമായി. പക്ഷേ അവൻ പെട്ടെന്ന് സ്കൂളിന്റെ മേൽക്കൂരയിൽ നിന്ന് ഉണർന്നു. വളരെ കാലമായി ഉറങ്ങുകയായിരുന്നു എന്ന് അവന് തോന്നി. ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ് മനസ്സിലാക്കി അവൻ ക്ലാസ് മുറിയിലേക്ക് ഓടി. പക്ഷേ അവിടെ ആരെയും തിരിച്ചറിഞ്ഞില്ല. ടീച്ചർ അകത്തേക്ക് കയറി. 12 വർഷം മുമ്പുള്ള സ്കൂൾ യൂണിഫോം ധരിച്ചിരുന്ന അവനെ കണ്ട് ഞെട്ടി. അവനൊരു തമാശ കളിക്കുകയാണെന്ന് കരുതി ടീച്ചർ സെക്യൂരിറ്റിയെ വിളിക്കാൻ പോയി. ഇവിടെ ഇനി നിന്നാൽ ശരിയാകില്ല എന്ന് തോന്നി അവൻ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് ഓടിപ്പോയി. തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ കണ്ടു വർഷം 2017 ആയിരുന്നു. 2005 ആകേണ്ടതല്ലേ? 12 വർഷമായി അവൻ എങ്ങനെ ഉറങ്ങി? അവന്റെ അനുജത്തി സഹോദരങ്ങളുടെ കാര്യമോ? വാതിൽ തുറന്നപ്പോൾ വെറും ഒഴിഞ്ഞ മേശകളും അപരിചിതമായ അന്തരീക്ഷവും. ഇത് അവനെ വളരെയധികം ആശയക്കുഴപ്പത്തിലാക്കി. എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കാൻ ആരെങ്കിലും കണ്ടെത്തണമെന്ന് അവൻ ആഗ്രഹിച്ചു. അപ്പോൾ അവിടേക്ക് വീട്ടുടമസ്ഥൻ വന്നു. അവൻ കള്ളനാണെന്ന് അയാൾ തെറ്റിദ്ധരിച്ചു. അവൻ വിശദീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഉടമ ശ്രദ്ധിച്ചില്ല. പരിഭ്രാന്തിയിൽ പോലീസിനെ വിളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അവർ തമ്മിൽ അടികൂടാൻ തുടങ്ങി. അവൻ അയാളെ പിടിച്ചു തള്ളി അയാൾ അകലേക്ക് പറന്നുപോയി. അവൻ തന്റെ കൈകളിലേക്ക് നോക്കി. തല്ലിനിടയിൽ പരിക്കേറ്റതിനാൽ അവൻ ബോധം കെട്ട് വീണു. ഉണർന്നപ്പോൾ നെറ്റിയിൽ മുറിവുമായി ആശുപത്രിയിലായിരുന്നു. പോലീസ് സമീപത്ത്. അന്വേഷണം നടത്തുന്നതിനിടെ അവർ പേരും ജനനത്തീയതിയും ചോദിച്ചു. അവൻ സത്യസന്ധമായി മറുപടി നൽകി. 1987 ജനിച്ച ഒരാൾക്ക് 31 വയസ്സ് തികയില്ലേ എന്ന് പോലീസ് അത്ഭുതപ്പെട്ടു. അവൻ കള്ളം പറയുകയാണെന്ന് പോലീസുകാർ കരുതി. സത്യം പറയാത്തതുകൊണ്ട് പോലീസ് അയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. രണ്ടാം ഭാഗത്തിനായി സബ് ചെയ്യൂ.